പിയാസ് കിച്ചൻ 22ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാട്ടുമാങ്ങ അല്ലെങ്കിൽ ചപ്പിക്കുടിയൻ മാങ്ങ എന്ന് പറയും. കുഞ്ഞ് മാങ്ങ അത് ആണ് എടുത്തിരിക്കുന്നത്. അതാണ് എല്ലാവരും എടുക്കുക. അപ്പോൾ ആ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി അതിൻ്റെ ഞെടുപ്പ് ചൊനയുള്ള ഭാഗം ചെത്തിക്കളയണം. നല്ലപോലെ ചൊനയുള്ള മാങ്ങയാണ്. ഞെടുപ്പ് ചെത്തിക്കളഞ്ഞിട്ട് അത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് അത് തൊലി ചെത്തുകയല്ല ചെയ്യുന്നത്. തൊലി നമ്മൾ പൊളിച്ച് എടുക്കണം. അങ്ങനെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് അതുപോലെ വൃത്തിയാക്കി എടുക്കുക. അതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് ഞെടുപ്പ് കളഞ്ഞിട്ട് ഞെടുപ്പിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കീറുക. മൊത്തത്തിൽ കീറണ്ട, ഞെടുപ്പിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കീറിയെടുത്ത് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞ് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആ കാണിച്ചിരിക്കുന്ന സ്പൂണിലൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, ഇത്ര ഇടുക. ഇനി അതിലേക്ക് 1 കപ്പ് നിറച്ച് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഞാൻ ഒരു 3/4 കപ്പ് എടുത്തു. അപ്പോൾ അത് അത്ര പോരാ. അപ്പോൾ 1 കപ്പ് നിറച്ചും, ആ കാണിച്ചിരിക്കുന്ന കപ്പിന് 1 കപ്പ് നിറച്ചും വെള്ളം എടുത്ത് ഒഴിച്ച്, അത് തിളച്ച വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ അത് ചൂടായി വരാൻ താമസം എടുക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് മൂടി വെച്ച് നന്നായി വേവിക്കുക. അത് മാങ്ങ നല്ലപോലെ പഴുത്തതാണെങ്കിൽ അധികം വേവില്ല. ഇപ്പം ഇച്ചിരി പഴുപ്പ് കുറവാണ്, വല്ലാതെ അങ്ങ് പഴുത്ത് ഇതല്ല. അപ്പം ഇച്ചിരി അപ്പം ഒരു 10-15-20 മിനിറ്റ് എടുക്കും. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കാൻ വെച്ച് നമുക്ക് ഇനി അതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് 1 മുറി തേങ്ങ ചിരകിയത്, ഇനി ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ചുവന്നുള്ളി, 1 നുള്ള് ജീരകം, ഒരു പിഞ്ച്, 3 കുഞ്ഞ് ഈ 3 വിരൽ കൂട്ടി പിടിക്കുന്ന ഒരു പിഞ്ചില്ലേ, ഒരു പിഞ്ച് ജീരകം. അടുത്തതായി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അത്രയും ചേർക്കുക. കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം, അത് കുറുകിയ ഒരു അരപ്പ് മതി. മാമ്പഴം വെന്ത് കഴിയുമ്പോൾ തീ ഓഫാക്കിയിട്ട് ഈ അരപ്പ്, തേങ്ങയുടെ അരപ്പ് അതിനകത്ത് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇച്ചിരി നീണ്ടിരിക്കുന്ന ഇഷ്ടം, കാരണം തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചട്ടിയിൽ വെച്ചാൽ കുറച്ചുകൂടെ, മൺചട്ടി വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി നീണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറുകിയതായി ഇഷ്ടമെങ്കിൽ ഇച്ചിരി കൂടെ തേങ്ങ കുറുക്കി അരച്ചെടുക്കുക, ഇത്ര വെള്ളം ചേർക്കണ്ട. ഇനി അടുത്തതായിട്ട് തൈര്, അതും കട്ട തൈരാണ് ചേർക്കേണ്ടത്. കുറുകിയിരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ കട്ട തൈര് എടുക്കുക, വെള്ളം ഒട്ടും ചേർക്കാതെ മിക്സിയിലടിച്ച് ചേർത്ത് അതും ഈ തീ ഓഫാക്കിയതിലേക്ക് ചേർക്കുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അരപ്പും ഈ തൈരും ഒഴിക്കേണ്ടത് തീ ഓഫാക്കിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് പതുക്കെ തീ സിമ്മിലിട്ട് ഓണാക്കി വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായാൽ മതി, വല്ലാതെ തിളയ്ക്കണ്ട. തിള വരുമ്പോഴത്തേക്ക് ഓഫാക്കണം. വേറൊരു ചട്ടി വയ്ക്കുക അടുപ്പത്ത്. അതിനകത്തോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. കടുക്, ഒരു പിഞ്ച് കടുക്, ഒരു പിഞ്ച് ഉലുവ, പിന്നെ കുറച്ച് ഉള്ളി, ഒരു 5-6 ഉള്ളി, 1 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നന്നായി വറക്കാനിടുക. ഇപ്പം ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വേറെ എണ്ണയൊന്നും പാടില്ല. നല്ല നാടൻ കറിയാണ്, അതുകൊണ്ട് അതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതെല്ലാം കൂടെ വറുത്ത് ഇടുക, ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വയ്ക്കുക. പിറ്റേ ദിവസം കൂട്ടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണത്. അപ്പം പ്രത്യേകം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് നോക്കുക, പോരെങ്കിൽ ശകലം ഇടുക. അപ്പോൾ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. എന്നാലാണ് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും അതിൻ്റെ പോരായ്മകളൊക്കെ മാറ്റുന്നതിനും ഒക്കെ എനിക്ക് പറ്റുകയുള്ളൂ.